നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കാര്യങ്ങൾ എടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാമോ? കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ വീണ്ടും വന്ദനം ചെയ്യുന്നു. ദിസ് ഇസ് ടൈം ഫോർ ചിൽഡ്രൻ ചർച്ച് അണ്ടർ 10 years ഓൾ. പ്ലീസ് ഗോ വിത്ത് ദ ലീഡേഴ്സ്. ഇന്ന് പകല് ദൈവം നമ്മെ വാസ്തവമായി അനുഗ്രഹിക്കട്ടെ. May God bless you today. ശ്രദ്ധയോടെ അടുത്ത ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ വചന കേൾവിക്കായി നമ്മെ സമർപ്പിക്കാം. Let us submit our hearts for the word of God for the next few minutes. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി പരസ്യമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ആരോഗ്യവും ആയുസ്സും അവസരം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യും. Praise the Lord who has given us good health and an opportunity to stand before you with the word of God. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 22-ാമത്തെ വാക്യം കുറിവാക്യമായി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. Let us turn our attention to Acts chapter 13 verse 22 as the key verse for today. Acts 13:22. അവനെ ശൗലിനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. And when he has removed him, he raised up David to be their king, of whom he testified and said, I have found in David, the son of Jesse, a man after my heart, who will do all my will. God testified and said, I have found in David, the son of Jesse, a man after my heart, who will do all my will. ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണമേ. അപ്പോസ്തലപ്രവൃത്തികൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമാണ്. And book of Acts is known as the book of the Acts of the Holy Spirit. പരിശുദ്ധാത്മാവ് ദൈവം വാഗ്ദത്തം പറഞ്ഞതുപോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അപ്പോസ്തലന്മാരെ ഉപയോഗിച്ച വഴികൾ നമുക്ക് ആ പുസ്തകത്തിൽ കാണാനായി കഴിയും. And we can see how God used apostles after the Holy Spirit came to this world. ഒന്നാമത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിനെ കൊല്ലുവാൻ കൂട്ടുനിന്നതായ ശൗലിനെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. And we read about a Saul who was in the company of those who killed Stephen, who was the first martyr. അധികാരപത്രവുമായിട്ട് തനിക്ക് പറ്റുന്ന എല്ലാ ഇൻഫ്ലുവൻസുമായിട്ട് ഈ മാർഗത്തെ മുടിക്കുവാനായി തന്നെ ഇറങ്ങി വന്നതാണ്. So Saul was the man who was running behind the Christians to kill them and to end them from this world with any opportunity that he has. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ആ മനുഷ്യനെ പൗലോസാക്കി ദൈവം മാറ്റി. But God transformed this man to a new person just in one encounter. പൗലോസിന്റെ രൂപാന്തരം വലിയ വേഗത്തിലായിരുന്നു. And it was a fast transformation that Paul had. എന്നാൽ പൗലോസിനെ ആ കാലഘട്ടത്തിലെ നേതൃത്വം അംഗീകരിച്ചില്ല. But the leadership at that time was not ready to accept കേൾക്കണമേ, Paul. ഗലാത്യ ലേഖനത്തിന്റെ ഭാഷയിൽ താൻ അറബി നാട്ടിലേക്ക് 3 ആണ്ടോളം ഓടിപ്പോയി എന്ന് പറയുന്നു. And in the book of Galatians we see that Paul had to go to the Arab countries for 3 years. തന്നെ ഒരു ലീഡർ പോയി തിരക്കിക്കൊണ്ട് വന്ന് വീണ്ടും സഭയിൽ കൊണ്ടുവന്നവരിൽ ഹോം ചർച്ച് ആയിരുന്നു അന്ത്യോക്യ ചർച്ച്. But one of the leaders went, looked for him and brought him back to the church in Antioch. 13-ാം അധ്യായം അന്ത്യോക്യ സഭയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കാണിക്കുകയാണ്. Acts chapter 13 talks about the works in the church in Antioch. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ As they were fasting and praying, അന്നത്തെ എൽഡേഴ്സിനോട് പരിശുദ്ധാത്മ പറഞ്ഞു ശൗലിനെ കൈവച്ച് വേർതിരിച്ച് പറഞ്ഞു വിടാൻ. And the Holy Spirit inspired the leaders to lay hands upon Saul and to send him for ministry. ബർന്നബാസിന്റെ കൂടെ ശൗല് ആ മിനിസ്ട്രിക്കായി പോകുകയാണ്. And Saul was set out for ministry with Barnabas. The first message of Paul, പൗലോസിന്റെ ഒന്നാമത്തെ മെസ്സേജ് ആണ് ഈ 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സന്ദേശം എന്ന് പറയുന്നത്. This is the first message of Paul that we see in chapter 13. പൗലോസ് ഇങ്ങനെ ദൈവത്തെ വർണ്ണിച്ച് ഇസ്രായേലിനോട് യഹൂദന്മാരോട് അവരുടെ പള്ളി പ്രമാണികളോട് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ as Paul was preaching to them, താൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. and this is one of his sentences that we are going to learn today. അവരുടെ ലീഡേഴ്സ് ആയ യഹൂദ പ്രമാണികളോട് പറയുകയാണ്, to the leaders of the Jewish community he says, നിങ്ങൾക്കറിയാമോ ദൈവം ദാവീദിനെ കുറിച്ച് കമന്റ് ചെയ്തത്? Do you know what God commented about David? ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം കമന്റ് ചെയ്യുകയാണ്. God was commenting about a man. എന്താ ടെസ്റ്റിഫൈ, ഒരു സാക്ഷ്യം പറയുകയാണ്. God is testifying of a man. എന്താ ടെസ്റ്റിമണി പറഞ്ഞത്? You know what was the testimony that God said?
ഞാനൊരു മനുഷ്യനെ കണ്ടു. I have found a man. അവൻ ഇശായിയുടെ മകനാണ്. He is the son of Jesse. അവൻ എനിക്ക് ബോധിച്ചു എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞ എങ്ങനെയാണ് എന്ന് പറഞ്ഞ മക്കളെ? ഇംഗ്ലീഷ് പറഞ്ഞ എങ്ങനെയാണ്? എന്താണ്? എ മാൻ After my heart. ആഫ്റ്റർ മൈ ഹാർട്ട്. So in English, it says that he is a man after my own heart. എന്നെ ശ്രദ്ധിച്ച് കേട്ടെ നിങ്ങൾ. ദാവീദിന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കണ്ണുകൊണ്ട് നോക്കുകയാണ്. So Holy Spirit was looking into the heart of this David. ദാവീദിനെ ദൈവം കാണുമ്പോൾ ദാവീദിന് ഒത്തിരി നല്ല ക്വാളിറ്റികൾ പറയാനുണ്ട്. So when God looks at David, there are many good qualities. ദൈവമാക്കിയ ശൗൽ ദൈവത്തിന്റെ വചനം കേൾക്കാതെ വന്നപ്പോൾ, When Saul did not obey the word of God, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാതെ വന്നപ്പോൾ, when he did not obey the word of God, ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു. God was looking for another man. ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കിയപ്പോൾ, And when God looked at the heart of this man, നമുക്ക് ദാവീദിനെ നോക്കുമ്പോൾ എന്തൊക്കെ പറയാനുണ്ട്? so when we look at David, what all good qualities we have to say? ആദ്യം വരുന്നത് ഗുഡ് ക്വാളിറ്റി ആണ് വരുന്നത്, ഇപ്പോൾ ബാഡ് ക്വാളിറ്റി ആണ് വരുന്നത്. മനസ്സിൽ ആദ്യം ദാവീദിനെ കുറിച്ച് ഓർക്കുമ്പോൾ, When you think about David, good quality or bad quality comes to your mind? പറഞ്ഞാട്ട് താങ്ക് യു, വെരി ഗുഡ്. ഞാൻ പെട്ടെന്ന് ഓർക്കും ബാഡേ വരത്തോളൂ. എന്തോ ഞാൻ അങ്ങനെ ആയിപ്പോയി. ജീവിതകാലം മുഴുവൻ ഒരു തെറ്റ് ചെയ്താൽ ജീവിതകാലം മുഴുവൻ വിളിച്ചു പറയുന്ന മനസ്സാണ് മനുഷ്യൻ്റേത്. So like usually when people look at David, they all think about the bad things that David has done. ദൈവം ദാവീദിനെ നോക്കിയപ്പോൾ, But when David looked at him, ദാവീദിന്റെ ഹൃദയത്തിൽ ഒത്തിരി നല്ല ഗുണങ്ങൾ കാണാനുണ്ട്. God was able to see many good things. ഞാൻ ആ വാക്യം പഴയ നിയമത്തിലെ കോട്ടിംഗ് ആണ് പൗലോസ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. Paul is quoting something from the Old Testament. 1 ശമൂവേൽ 13:14 വാക്യമാണ്. 1 Samuel chapter 13 verse 14. നിങ്ങൾ എല്ലാവരും 1 ശമൂവേൽ 13 ഞാൻ പറയുന്ന വാക്യങ്ങളൊക്കെ എടുക്കണം. ഞാൻ വേഗത്തിൽ എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കാം. 13-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 14 ആണ് കൊടുത്തിരിക്കുന്നത്. 14ലേക്ക് വരാം. 5 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, When we read the background from verse 5 onwards, ഫെലിസ്ത്യർ മിക്പാസിൽ വന്ന് പാളയം ഇറങ്ങി. ശത്രു മിക്പാസിൽ വന്ന് പാളയം ഇറങ്ങി. So the enemy came to Michmas. ജനം എല്ലാം പേടിച്ച് ചിതറിപ്പോവുകയാണ്. So people were all getting scattered because they were afraid of the enemy. ഒരു യുദ്ധം ഇസ്രായേലിന് നേരെ വരുമ്പോൾ, So when a fight comes to Israel, when a war comes to Israel, ലീഡർ ചെയ്യേണ്ടത് പ്രമാണം കൊടുത്തിട്ടുണ്ട്. so the leader has the rules what to do. ദൈവസ്ഥലിൽ വന്നിരുന്ന് ദൈവത്തോട് ഉപദേശം ചോദിക്കണം. So when there's a war, the leader has to come to the presence of the Lord and ask of the Lord. ലീഡർ അല്ലെങ്കിൽ പ്രവാചകൻ അല്ലെങ്കിൽ മഹാപുരോഹിതൻ അല്ലെങ്കിൽ പുരോഹിതൻ അല്ലെങ്കിൽ ജഡ്ജായിരിക്കുന്നത് ശമൂവേലാണ്. That time Samuel was the prophet and the judge. ശമൂവേലിനെ വിളിച്ചു അറിയിച്ചു. ശമൂവേൽ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. So David called up Samuel and he said, I will come soon. ശമൂവേൽ വന്നു ദൈവത്തോട് യാചിച്ച് കാര്യം ചോദിക്കണം. എന്തോ ചെയ്യണം, പുറപ്പെടണോ പോണ്ടായോ? So Samuel is the one who has to come and advise David whether to go against the enemy or not. ശമൂവേൽ വരാൻ പറഞ്ഞിട്ട് ദിവസം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് അല്പം താമസിച്ചു. അല്പം പറഞ്ഞാൽ 7 ദിവസം എന്നെ കേട്ടെ 7 ദിവസം താമസിച്ചു. So Samuel not only came that day, he delayed by 7 days. 9-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിക്കേ. When we come to verse 9, ശൗല, ഞാൻ പറഞ്ഞത് 1 ശമൂവേൽ 13 verse 10. 9-ാമത്തെ വാക്യത്തിൽ ശൗല് ഹോമയാഗവും സമാധാനയാഗവും ഒക്കെ എടുത്തോണ്ട് വന്ന് എന്ത് ചെയ്തു? യാഗം കഴിച്ചു. So because Samuel's coming was delayed, Saul himself offered burnt offerings and peace offerings. He gave, he offered the sacrifices himself. എന്നെക്കട്ടെ ശ്രദ്ധിക്കണേ, യാഗം കൊണ്ട് തീർന്ന ഉടനെ ശമൂവേൽ വരുന്നു. So as soon as he finished offering the sacrifices, there comes the prophet Samuel. മക്കളെ നീ എന്താ ചെയ്തത്? So now Samuel comes and asks Saul, what have you done? 3 reason ഈ ശൗലിന് പറയാനുണ്ട്. So now Saul Verse has 11. 3 reasons to tell Samuel why did he do what he did. രാജാവാകുന്ന ശൗൽ പുരോഹിതന്റെ ശുശ്രൂഷ ചെയ്യാനായി കയറി നിൽക്കുമ്പോൾ ശൗലിന് പറയാൻ എക്സ്പ്ലനേഷൻ ഉണ്ട്. So even though Saul was a king, when he did the job of the prophet or the priest, he had 3 explanations. Daniel, what is the explanation? What is the reason? 3 reasons. So 3 reasons in that verse that you see. What are they? മനസ്സിലായതുകൊണ്ട് ചിരിച്ചതാ മനസ്സിലായി എനിക്ക്. അതുകൊണ്ട് പറഞ്ഞു, 1 ജനം വിട്ട് ചിതറുന്നു. So number 1, people were scattering. 2 നീ സമയത്ത് വന്നില്ല. Number 2, you did not come on time. 3 പറഞ്ഞേ പറ ഫെലിസ്ത്യർ
ഞങ്ങളെ ഉപദ്രവിക്കാൻ പാളയം Number 3, enemy is already there camping out to fight against us. 14 വാക്യം 12 വാക്യം Verse 12. ശമൂലിന്റെ മറുപടി എന്തറിയാമോ? Verse 13, we can see what Samuel said. മകളെ, ഇത് നീ പോഷത്വമാ കാണിച്ചു. No, you have done foolishly. നിങ്ങൾ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ എഴുതിയിട്ടു, യഹോവ നിന്നോട് കൽപ്പിച്ചത് പറഞ്ഞത് നീ ചെയ്യാഞ്ഞത് കൊണ്ട് ഞാൻ മറ്റൊരുത്തനെ അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. So you have not kept the commandment of the Lord your God that I have commanded you. So God is going to search for another man. എന്നെ ശൗലേ, നിന്നെ രാജാവാക്കിയത് 2 കൊല്ലത്തേക്കല്ല. So Saul was not established as a king just for 2 years. സ്ഥിരമായി നിന്നെ രാജാവാക്കിയത്. God's plan was for an eternal kingdom for Saul. Because of your disobedience, I need to change your position. എനിക്ക് നിന്നെ സ്ഥാനം മാറ്റിയേ മതിയാകുള്ളൂ. Because he did not keep the commandment of the Lord, God decided to change his position. അപ്പോൾ ഈ ശൗലിൽ അനുസരണക്കേട് കണ്ടപ്പോൾ വേറൊരാളെ ദൈവം കാണണമെങ്കിൽ ആ മനുഷ്യൻ എന്തോ അനുസരണമുള്ള ഹൃദയം ഉണ്ടായിട്ടല്ലേ കണ്ടത്. So if God was changing someone because of disobedience, God found another man, then I think it is because God saw an obedient heart on him. ഒന്ന്, ദാവീദിന്റെ ഹൃദയത്തിന് നമ്പർ 1. So the number 1 quality of David's heart, a obedient heart. it was an obedient heart. അവന് അനുസരണമുള്ള ഹൃദയമുണ്ട്. He had an obedient heart. ഞാൻ ഒത്തിരി കാര്യം വിശ്വസിക്കില്ല, പെട്ടെന്ന് പറയാം. ഫെലിസ്തീനോട് തന്നെ ഇടപെടുന്ന കാര്യം ഞാൻ പറയാം. ഫെലിസ്തീന്റെ യുദ്ധത്തിന് പോകുന്ന സമയത്താണല്ലോ ശൗൽ ഈ തെറ്റ് കാണിച്ചത്. So it is during that war against the Philistines that Saul did something wrong. But let me bring points from how David went against Philistines. 1 എടുത്തേ. First Chronicles chapter 14 എടുത്തേ. First Chronicles chapter 14. അതിന്റെ 10ാമത്തെ വാക്യം. Verse 10. ഈ സെയിം ഫെലിസ്തീൻ ദാവീദിന്റെ നേരെ വന്നു. So this same Philistines enemy came against David also. ദാവീദ് എന്താ പറഞ്ഞേ? You know what did David do then? ആരോട്? ദൈവത്തോട് ചോദിക്കുകയാണ്. No, he is asking of God. പോണോ പോണ്ടായോ? Should I start out or not? പെട്ടെന്ന് കഥ പറയാം. എന്നെ കേൾക്കണേ, എല്ലാവരും കേൾക്കണേ, പെട്ടെന്ന് കഥ പറയാം. ദൈവം പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു. And God said, yes, you must go. അടുത്ത വാക്യം പറഞ്ഞു, നീ പോയി ബാഖാ വൃക്ഷത്തിന്റെ കീഴിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. And God told him to go and sit under the Baca നീ tree. എഴുന്നേക്കാൻ പറഞ്ഞു. Get up from there. പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞു. Go fight against them. 16ാം വാക്യം, വേഗത്തിൽ 16ാമത്തെ വാക്യം കാണിച്ചേ. Verse 16. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം കൽപ്പിച്ചതൊക്കെയും ദാവീദ് ചെയ്തു. David therefore did as God commanded him. ഒരേ ശത്രു, And the same enemy, 2 leaders, 2 leaders, ഒരാൾ ഡിസോബീഡിയൻസ്, one did disobey, ദാവീദ് അവൻ ദൈവം പറഞ്ഞനുസരിച്ചു. but David did what God told him എന്താ to. എന്താ ബെനിഫിറ്റ്? ആ ചാപ്റ്ററിന്റെ അവസാനത്തെ വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 17ാമത്തെ വാക്യം തോന്നുന്നു, വേഴ്സ് 17 ആണെന്ന് തോന്നുന്നു. ദാവീദിന്റെ കീർത്തി 17 വായിച്ചേ. സകല ദേശങ്ങളിലും. എന്തുകൊണ്ട്? Because of his Obedience. And the fame of David went out into all lands. Question number 1. എനിക്ക് 7 പോയിന്റ് പറയണമെങ്കിലും ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കും. പെകത്ത് നിർത്താം, എൻ്റെ സമയത്ത് ഒട്ടും മുന്നോട്ട് പോകില്ല. ദൈവം പറഞ്ഞത് അനുസരിക്കാൻ ഒരു ഹൃദയം നമുക്കുണ്ടോ? Do we have a heart to obey what God tells us to do? നിങ്ങളൊരു ഹോംവർക്ക് പോലെ ഞാനിപ്പോൾ പറഞ്ഞ 16 16ാം അധ്യായം ഒന്ന് വായിക്കണം കേട്ടോ. 14 അല്ലേ? 14ാം അധ്യായം വായിക്കണം. So at home, please read that chapter. Sit there. Yes, Lord, I can sit. When God told David to sit David, under the tree, he sat. David, നീ നിന്റെ ആയുധങ്ങൾ എടുക്കുക. Yes, Lord, I will. When God told him to take up his weapon, he did. നിന്റെ നാമം ദേശത്ത് ഉയരണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. No, we should have an obedient heart if God has to bless us. കർത്താവിനുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞ കർത്താവിന്റെ ഹൃദയമാണല്ലോ ദൈവത്തിന്റെ ഹൃദയം എന്ന് പറഞ്ഞേ. A man after God's own. കർത്താവിന് അങ്ങനെ അനുസരണം ഉണ്ടായിരുന്നോ? So like it says, David is a man after God's own heart. വാക്യം. അതെ, ഫിലിപ്പിയർ 2ാം അധ്യായം. In Philippians chapter 2, we see that yes, Jesus definitely had an obedient heart. ഏതാ ഫിലിപ്പിയർ 2ാം അധ്യായത്തിലെ വാക്യം? Philippians chapter 2 verse 8. എന്താ എഴുതിയിരിക്കുന്നേ? തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, എന്ന് പറഞ്ഞ മരണത്തോളം തന്നെ. സാഹചര്യങ്ങൾക്ക് ഒത്തല്ല അവൻ അനുസരിച്ചത് കേട്ടോ. സ്വന്തം പറഞ്ഞേ, സാഹചര്യം നോക്കിയിട്ടല്ല അവൻ അനുസരിച്ചത്. അവന് ക്രൂശാണോ മരണമാണോ പ്രതികൂലമാണോ നോക്കിയില്ല. ദൈവം പറയുന്നത് അനുസരിക്കുക. യേശു തയ്യാറായതുകൊണ്ട് ആ ഹാർട്ടിന് ഉടമയായി തീരാലോ ദൈവം നമ്മെ പാൽ വിളിക്കുന്നത്. Hallelujah.
Not to obey according to our circumstances, but whatever God tells us to do in any given circumstance, that is what God is calling us for. ഡിസൊബീഡിയൻസിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളതാണോ പിന്നെ ഉള്ളതാണോ? So the spirit of disobedience is before your salvation or after you are saved? പറഞ്ഞാട്ടെ, ഡിസൊബീഡിയൻ സ്പിരിറ്റ് എപ്പോഴാ പാസ്റ്റർ ബിൻ? ബിഫോർ അവർ സാൽവേഷൻ, റൈറ്റ്? എഫേസ്യർ 2-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. 2-ാം അധ്യായത്തിന്റെ We can see in Ephesians chapter 2 that we were under the spirit of disobedience when we were still sinners. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ് എപ്പോൾ? ബിഫോർ യുവർ സാൽവേഷൻ. So the spirit which is at work in the sons of disobedience before salvation. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യങ്ങൾ എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 5-6 വാക്യം ചെല്ലുമ്പോൾ കരുണയിൽ സമ്പന്ന ദൈവം നമ്മുടെ അടുക്കലേക്ക് അകത്ത് വന്നപ്പോൾ, But when God, who is rich in mercy, when He came into our hearts, നമ്മൾ ദൈവത്തെ അനുസരിക്കാൻ we തയ്യാറാവുകയാണ്. became the sons of ഇന്ന് പകല് obedience. എത്ര പേർക്ക് ഒന്നാമത്തെ ചിന്തയിൽ പറയട്ടെ, കർത്താവ് എനിക്കൊരു Hallelujah. അനുസരണമുള്ള ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ഹൃദയം എനിക്ക് ആവശ്യമുണ്ടെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ കർത്താവിന് അല്പസമയം സ്തോത്രം ചെയ്ത് തുടങ്ങിയാട്ടെ. കർത്താവേ, എനിക്ക് ദൈവത്തെ അനുസരിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകണം. No, as an application of the first point, let us pray to God that God give me a heart which obeys you all the time. ദൈവത്തിന്റെ ഹൃദയമുള്ള മനുഷ്യനെ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? What would God do with a man after who has obedience? കുറിവാക്യം, എന്റെ ഹിതമെല്ലാം ചെയ്യും. ദൈവം പറയാണ്, അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യും. എല്ലാം എന്ന് പറഞ്ഞേ, എല്ലാം എന്ന് പറഞ്ഞേ, ഓ ചേർന്ന് പറഞ്ഞേ, Amen. എല്ലാം ചെയ്യും. എല്ലാ ദൈവത്തിന്റെ ഹിതം ചെയ്യും. Those are the people who would do all the will of God. രണ്ടാമത് ദാവീദിന്റെ ഹൃദയം പറയുക. The second point is 40-ാം സങ്കീർത്തനം 8, 9, 10 വാക്യങ്ങൾ. Psalms chapter 40 verses 8, 9 and 10. You can see the second quality of David's heart. ഇതൊരു മശിഹ സങ്കീർത്തനമാണ്. 40-ാം സങ്കീർത്തനം This is a messianic psalms യേശുവിന്റെ പരമയാഗത്തെ കുറിച്ച് പറയുന്നതാണ്. about the sacrifice of Jesus. 5 വിധ യാഗങ്ങൾ പരാജയപ്പെട്ട സ്ഥാനത്ത് യേശുവിന്റെ ക്രൂശിലെ യാഗത്തെ കുറിച്ച് പറയുന്നതാണ്. It talks about the sacrifice on the cross of Calvary when all the Old Testament sacrifices failed to fulfill the duty. ലിറ്ററലി Psalms 40 ദാവീദ് പറയുന്ന വാചകങ്ങളാണ്. This is exactly what David says. എന്നാൽ യേശു പറയുന്ന പ്രവചനമായി പറയുന്നത്. But prophetically it is Jesus. എന്നാൽ ദാവീദ് പറയുകയാണ്, He says, ദൈവമേ, ചേർന്ന് പറഞ്ഞ, ദൈവമേ, God, നിന്റെ ഇഷ്ടം ചെയ്യാൻ, നിന്റെ വില്ല് നടപ്പിലാക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? I delight to do your will, oh my God, David said. A heart that does the will of God. That means mission heart ഉള്ളതായ പൈതൽ അവനാണ് ദൈവത്തിന്റെ ഹാർട്ട് ഉള്ളവൻ. So a heart that is willing to do the will of God is a man after God's own heart. എന്താ ഈ മിഷൻ ഹാർട്ട് ആണെന്ന് പറയാൻ Or a കാരണം? mission heart. എന്താ മിഷൻ ഹാർട്ട് ആണെന്ന് പറയാൻ കാരണം? Why did I say it is a heart with 9-ാം a വാക്യം, mission heart? 9, ഞാൻ മഹാസഭയിൽ Verse 9. മിണ്ടാതിരുന്നു. ഉണ്ടായിരുന്നിട്ടില്ല. അങ്ങനെയാണ് എഴുതിയേക്കുന്നേ. ഈ സങ്കീർത്തനം നിങ്ങൾക്ക് കാണാൻ അറിയാമോ? Psalms 9. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു. യുവർ ജസ്റ്റിഫിക്കേഷൻ, ഞാൻ നിന്റെ നീതി, റൈച്ചസ്നെസ്, ഞാൻ നിന്റെ നീതീകരണത്തെ കുറിച്ച് പ്രസംഗിച്ചു എന്നാ I പറയുന്നത്. have preached righteousness in the great congregation. ഞാൻ അതരങ്ങളെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? I have not refrained my lips, O Lord. അടക്കിയിട്ടില്ല. It doesn't say that I didn't move my lips. അടക്കിയിട്ടില്ലെന്നാ അല്ലേ? It says, I did not refrain my lips. അത് യഹോവേ നിനക്ക് അറിയാം. യഹോവേ നീ അത് അറിയുന്നു. അടുത്ത വാക്യം, Oh Lord, you know. ഞാൻ നിന്റെ നീതി എന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല. അടുത്ത വാക്യം, നിന്റെ വിശ്വസ്തതയും നിന്റെ രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. എവിടെ പ്രസ്താവിക്കുന്നു? അസംബ്ലിയിൽ പ്രസ്താവിക്കുന്നു. I have declared your faithfulness and your salvation in the great assembly. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിന്റെ വില്ല് ചെയ്യാൻ ഞാൻ വരികയാണ്. So I am coming to do your will. ദാവീദ് പറയുകയാണ്, എനിക്ക് നിന്റെ ഹൃദയമുണ്ട്. എന്താ നിന്റെ ഹൃദയം അറിയാമോ? എന്താ കർത്താവിന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത? You know what is the specialty of God's കർത്താവിന്റെ heart? ഹൃദയസ്പന്ദനം എപ്പോഴും എന്തെന്നറിയാമോ? You know what is God's heartbeat always? ആത്മാക്കളെ കുറിച്ചാ. It is about the lost souls. സകലരും യേശുവിനെ അറിയണമെന്ന് വെച്ചാ That everyone should come to know about അതിന് him. ദൈവം എന്താ ചെയ്തേ? You know what did God do for തന്റെ that? പുത്രനെ നമുക്ക് വേണ്ടി നൽകി. He gave his son for us. ഹല്ലേലൂയ. അതിന് ദൈവം എന്താ ചെയ്തേ? ദൈവം തനിക്ക് വിലയുള്ള നൽകിയിട്ടാ നമ്മെ നേടിയതെന്ന് ഇന്ന് പകൽ പറയട്ടെ. അത് അടക്കി വെക്കാതെ തുറന്നു പറയുന്ന, പ്രസ്താവിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. അതാ മിഷൻ ഹാർട്ട് എന്ന് പറയുന്നത്.
Hallelujah. We should not keep silent, but we should be willing to share the gospel to the world. That is the mission heart. ദാവീദിനുണ്ടായിരുന്നു. David had that. ദാവീദ് പറയാ, David says, ഞാൻ നിന്റെ രക്ഷയെയും നിന്റെ വിടുതലിനെയും കുറിച്ച് ഞാൻ പറയാതിരുന്നിട്ടില്ല കർത്താവേ. അത് നിനക്കറിയാമല്ലോ. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, ദൈവമേ നിന്നെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്നെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, നിന്നെ കുറിച്ച് ഞാൻ പാടിയിട്ടുണ്ട്, നിന്റെ പേര് ഉയർത്തിയിട്ടുണ്ട് എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? Hallelujah. How many of us can boldly say that, Lord, I have preached about your justification, your righteousness, and your mercies? വേഗത്തിൽ മൂന്നാമത്തേത്. The third point. രണ്ടാമത്തെ ഹാർട്ട് എന്താണ്? ഒന്നാമത്തെ ഹാർട്ട് എന്താണ്? The first heart is a heart of അനുസരണമുള്ള obedience. ഹൃദയം. Number two, അത് ദൈവത്തിനുണ്ടായിരുന്നു. and God had that heart of obedience. രണ്ടാമത് മിഷൻ ഹാർട്ട്. Number two, a mission heart. ഹിതം ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളൊരു ഹാർട്ട്. A heart that likes to do the will of God. മക്കളെ, what is the second point മോളെ? What's the second point? What is the second point? മിഷൻ ഹാർട്ട്. കുഞ്ഞ് എഴുതിയായിരുന്നു കേട്ടോ. മിഷൻ ഹാർട്ട് ഉള്ളതായി. So it is a mission heart, or the എന്താണ് heart ദൈവത്തിന്റെ that does the will of ദൈവത്തിന്റെ God. ഹിതം എന്താണ്? Do you know what is the will of ഓൾവേസ് God? ദൈവത്തിന്റെ ഹിതം, തന്റെ പുത്രൻ നമുക്ക് വേണ്ടി നൽകിയ ദൈവത്തിന്റെ ഹിതം അറിയാമോ? എന്ത് നഷ്ടം വന്നാലും വല്ലവിധ അറ്റനിക്കോഷ് ഐ കൻ സേ എനിക്ക് ഒരുവനെ നേടണം എന്നുള്ളതായിരുന്നു. അതായിരിക്കണം എല്ലാ ദൈവമക്കളുടെ ഹൃദയം എന്ന് So പറയുന്നത്. like our will should be that, at any cost I need to save one man. യേശുവിന് ആ ഹൃദയം ഉണ്ടായിരുന്നോ? Did Jesus have that heart? Matthew chapter 9 verse 36. Matthew 9:36. കർത്താവിന്റെ ഹൃദയത്തെ ഒന്ന് കാണിക്കാം. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് ഇങ്ങനെ നടക്കുകയാണ്, പ്രസംഗിച്ച് നടക്കുകയാണ്. Jesus was preaching like around the city. യേശു കണ്ടത് എന്താണ്? You know what did Jesus ചിന്നിയതും see? ചെതറിയതുമായ ഒരു ജനത്തെ കണ്ടു. He saw people who were അവരുടെ scattered. പദമൂർത്തനുണ്ട്, അവരെ കണ്ടവന് അവരോട് മനസ്സൊല്ലി. Jesus had compassion for them. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചിതറിക്കിടക്കുന്ന, യേശുവിനെ അറിയാതെ കിടക്കുന്ന, ഇടയനില്ലാതെ കിടക്കുന്ന, റൈറ്റ് വേ അറിയാതെ കിടക്കുന്ന, ഒരു ലീഡർഷിപ്പ് ഇല്ലാതെ കിടക്കുന്ന ഒരു സമൂഹത്തെ കണ്ട് പറയാ, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്തിനു പ്രാർത്ഥിക്കേണ്ടെന്നേ? എന്തിനാ പ്രാർത്ഥവാക്യത്തിൽ? വേലക്കാരില്ല, കൊയ്ത്ത് വളരെയുണ്ട്, ഒരു വേലക്കാരനെ അയക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹൗ മെനി ഓഫ് റെഡി ടു പ്രേ ഫോർ the perishing souls? നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിന്റെ ഹൃദയം ഇന്ന് പകൽ കർത്താവ് കാണട്ടെ. ഞാൻ പരിശുദ്ധ നിയോഗത്തോടെ പറയുന്നു, ചില പട്ടണങ്ങളിൽ നിങ്ങൾ ചെല്ലാനായിട്ട് കാത്തിരിക്കുന്നു. ഈ അമേരിക്കയിൽ ഈ നമ്മുടെ ഈ സ്റ്റേറ്റിനകത്ത് എത്രയോ സിറ്റികളിൽ പ്രവർത്തനമില്ലാതെ കിടക്കുമ്പോ, സുശേഷം അറിയാത്തവർ കിടക്കുമ്പോ, അവരെ കുറിച്ച് നിന്റെ ഗീതം ചെയ്യാ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരു ഹൃദയം ദൈവത്തിന് ആവശ്യമുണ്ട്. ചേർന്ന് കർത്താവിനെ ഈ പകൽ സ്തുതിക്കാൻ തയ്യാറാകട്ടെ. മൂന്നാമത്തത്, ഈ ദാവീദിന്റെ ഹൃദയം ദൈവം കണ്ടത്. And the third thing that God saw in the heart of David നമുക്കറിയാം, was a heart of forgiveness, ഒരു ക്ഷമയുടെ ഹൃദയം എനിക്കുണ്ടായിരുന്നു. he had a heart of forgiveness. അത് ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? And you know without me explaining. ശൗലെ ഓടിക്കുകയാണ്, ഓടിക്കുകയാണ്. So like Saul was chasing after David. ഗുഹകളെല്ലാം കേറി ഇറങ്ങി ഓടിക്കുകയാണ്. So like Saul was going behind David in every cave and every place that he was hiding. ഓടിച്ച് 1:24 ഓടിച്ച് ഈ മനുഷ്യൻ ചെന്ന്, ശൗലും കൂട്ടരും ചെന്ന് ഒരു ഗുഹയിൽ കയറി. So like Saul was in a cave in 1 Samuel chapter 24. അതറിയാതെ ഓടി വന്ന് ദാവീദും ആ ഗുഹയ്ക്കകത്ത് വന്ന് കയറി. So like without knowing that, David also entered the same place. ഈ സൈന്യ തലവൻ പറഞ്ഞു, ഞാൻ പേരൊന്നും വായിക്കുന്നു, സൈന്യ തലവൻ പറഞ്ഞു, And the ഈ സെയിം leader of the ഗുഹയ്ക്കകത്ത് army ആരുണ്ട്? So the leader of the army of David said, in this same cave, who else is there? നിന്നെ പട്ടിയെ പോലെ ഈ കിടന്ന് ഓടിക്കും. നീ എവിടെ ഇരിക്കേണ്ടതാ? കിങ് ആയിട്ടിരിക്കേണ്ടതല്ലേ? നിന്നെ പട്ടിയെ പോലെ കിടന്ന് ഓടിക്കുന്ന പുള്ളിനകത്തുണ്ട്, അവനെ കൊല്ലാൻ നല്ല അവസരം. So David, the man who is chasing you around, you should be in the throne now, but this man who is making you run around is in the same cave. മോനെ Samuel chapter 24 verse 4 കാണിച്ചേ. And it is in 1 Samuel chapter 24 verse 4. എന്താ ദാവീദിന്റെ ആളുകൾ അവനോട് പറയുകയാണ്, But David and his people told this commander that, നിന്നോട് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടില്ലേ ശത്രുവിന്റെ കരുത്തെ ഏൽപ്പിക്കുമെന്ന്? so like God has commanded you that, and his people said, God has promised you that God is going to deliver your enemy into your hands. വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ? Did God tell you that he will deliver your enemy into your hands? David said, yes, God has commanded me that I will give you the enemy into your hands. ഇതാണ് പ്രോമിസ് ഫുൾഫിൽ ദിവസം കട്ടിക്കോളം പറഞ്ഞു.
So the leader said, today is the day that God will fulfill the promise. Let us kill your enemy. പുള്ളി തട്ടിയില്ല. But David said no. ഹി കട്ട് പുള്ളി ഒരു ചുരിദാറിന്റെ അറ്റം കട്ടിയെടുത്തു. So he only, took a part of the robe from Saul's garment. അഞ്ചാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയേ. And if you read verse 5, you can see that. ശൗലിന്റെ വസ്ത്രാഗ്രഹം മുറിച്ച് കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ഫ്യൂ ഡേയ്സ് കഴിഞ്ഞപ്പോൾ മനസ്സാക്ഷി ഉള്ളവർക്ക് ദുഃഖം തോന്നുന്നേ. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. It came to pass afterward that David's heart struck him because he had cut off Saul's skirt. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. So his heart was hurting because he thought he shouldn't have done that. മൊത്തം വായിക്കണം കേട്ടോ. Chapter 24, if you read the whole thing, അതിന്റെ 16, 17, 18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ verses 16, 17 and 18. ശൗലിന്റെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ് ദാവീദ്. And this is what Saul was explaining. എത്രയോ അവസരം എനിക്ക് കിട്ടിയെന്നറിയാം നിന്നെ തട്ടാൻ. Saul, you see, I had many opportunities to kill him, kill you. ഇതൊക്കെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ And after explaining these things to Saul, ശൗൽ ഒരു പൊട്ടിയൊരു കരച്ചിലും. Saul just cried. A heart of forgiveness. David did have the heart of forgiveness. എനിക്ക് ദോഷം ചെയ്തനാണെങ്കിലും എനിക്ക് അവനോട് പ്രതികാരം വീട്ടാൻ പറ്റില്ല. Even if someone has done something wrong to you, for David he said, I will not take a revenge against him. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിളിക്കുന്നു. Number 3 application. ചിലരോട് ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാണോ? Are you ready to forgive someone? യേശുവിന് സ്വഭാവം ഉണ്ടായിരുന്നോ? Did Jesus have that character? കർത്താവിന്റെ സ്വഭാവമായിരുന്നു അത്. Was it Jesus' character? നമ്മുടെ അപ്പോസ്തലന്മാരുടെ സ്വഭാവമായിരുന്നു അത്. Was it the character of the apostles? അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് ക്ഷമിക്കാൻ തയ്യാറാകണം. If so, we also have to have that heart of forgiveness. എൻ്റെ കയ്യിൽ നിന്ന് കത്രമേശ എടുക്കും. And we will take the God's table. ആരാധനയ്ക്ക് വന്നാൽ എനിക്ക് കൈ തരാതെ കളയും. എൻ്റെ വീട്ടിൽ കയറത്തില്ല. എൻ്റെ വീട്ടിൽ എല്ലാവരും നിങ്ങൾ കയറും, എല്ലാവരും കൈ തരുന്നവരെ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. സ്വത്രം എൻ്റെ കയ്യിൽ നിന്ന് കത്രമേശ എടുക്കും. നിങ്ങളെല്ലാവരും കൈ എടുത്തില്ലയോ? അല്ലെങ്കിൽ നിങ്ങൾ കൈ തരണം കേട്ടോ. സ്വത്രം. പക്ഷേ ക്ഷമിക്കാൻ തയ്യാറാകണം. No, we must have a heart of forgiveness. ദൈവത്തിന്റെ ഹൃദയമാണ്. That is God's heart and God's will. ദൈവത്തിന്റെ ഹൃദയമാണ്. That is God's heart. നാലാമത്തെ സത്യം ഞാൻ ഇന്ന് അപ്പന്റെ ദിവസമാണല്ലോ, അപ്പനിലേക്ക് കൊണ്ടെത്തിക്കാം. ശ്രദ്ധിച്ചേ. So number fourth point. സ്വത്രം. നാലാമത്തെ ചിന്ത, ഈ മനുഷ്യന് മാനസാന്തരപ്പെടുന്ന ഒരു ഹൃദയമുണ്ട്. So this man had a heart of repentance. സംശയിച്ചിരിക്കണോ? So I don't need to explain that. പ്രവാചകന്റെ പേരെന്താ മോളെ? What is the name of the prophet who came to David's house? നാഥാൻ പ്രവാചകൻ. It is a prophet Nathan. പുള്ളി വീട്ടിൽ വന്നു. He came to his house. അതിന് മുമ്പുള്ള കഥ ഞാൻ വിശദീകരിക്കുന്നില്ല. I don't want to explain the story before that. ഒരു വലിയ ആടിന്റെ കഥയൊക്കെ അങ്ങോട്ട് പറഞ്ഞു. So he told about the story of the lamb. കഥ കേട്ടോണ്ട് പുള്ളി രക്തം തിളച്ചു. ആർക്കാ? ദാവീദിന്. And as soon as he heard the story, David had anger. അങ്ങനെ ഒരുവന്റെ സിറ്റിയിലുണ്ട്, അവനെ കൊല്ലണം. If there is a man like that in my city, he must be killed. പ്രവാചകന്റെ ശബ്ദം ചീട്ടുളി പോലെ ഹൃദയത്തിൽ വന്ന് കയറുകയാണ്. And the voice of the prophet came just like that. It is that man is you. നീയാന്ന് പറഞ്ഞു. That man is you. നിങ്ങൾ കഥ ഞാൻ വിശദീകരിക്കണ്ടല്ലോ അല്ലേ? That story you all know, so I'm not going to explain it. ഈ മനുഷ്യന് ഒറ്റ കരച്ചില് കേട്ടോ. And David cried when he heard that. 51 സങ്കീർത്തനം. And his cry is in chapter 51 of Psalms. താൻ എഴുതി കൂട്ടി. And he wrote down. Acknowledge his sin. അവന്റെ പാപത്തെ അവൻ മനസ്സിലാക്കി. He acknowledged his sin. ദൈവത്തിന്റെ മുഖത്തേക്ക് താൻ മാനസാന്തര forgiveness ചോദിച്ചു. He asked God for forgiveness. അവന്റെ ഹൃദയം ഒന്ന് റിന്യൂ ചെയ്യാൻ അവൻ താല്പര്യം കാണിച്ചു. And he was ready to renew his heart. ദൈവത്തിന്റെ സ്വഭാവത്തെ അവൻ തിരിച്ചറിഞ്ഞു. And he realized God's character. അവൻ ചേഞ്ച് ചെയ്യാൻ ഒരു മനസ്സിലേക്ക് അവൻ വന്നു. And he came to a change of heart. കർത്താവേ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. He started praying, Lord, forgive me. പ്രിയപ്പെട്ടവരെ, പാപം മനുഷ്യന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. Man can fall into sin. ജഡത്തിൽ ജീവിക്കുന്ന കാലത്തോളം പാപവും കുറവും നമ്മുടെ ജീവിതത്തിൽ വരും. When we live in this flesh, we will have some shortcomings in our lives. ദൈവം നിന്നോട് സംസാരിച്ചാൽ, but when God speaks to you, ഒരു വിശുദ്ധി നിനക്ക് വേണമെന്ന് പറഞ്ഞാൽ, when God tells that you need to be holy, ഒരു സോപ്പ് കൊണ്ട് നിനക്ക് കഴുകണമെന്ന് നിന്നോട് ദൈവം സംസാരിച്ചാൽ, if God tells you that you need cleansing, yes Lord, ഞാൻ മടങ്ങി വരാൻ തയ്യാറാണെന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ, if you are ready to say the Lord, I'm ready to come back, God is ready to renew your heart.
ഒന്ന് പാപത്തെക്കുറിച്ചൊരു അക്നോളജ് ഉണ്ടായിരിക്കണം, Number one, we തിരിച്ചറിവുണ്ടായിരിക്കണം. must have an acknowledgement of our sins. എനിക്ക് എവിടെ തെറ്റി എന്ന് മനസ്സിലാക്കണം നമ്മൾ. We must realize where is it that we went wrong. എന്നിട്ട് ദൈവത്തോട് മാപ്പ് ചോദിക്കാൻ തയ്യാറാകണം. And we have to come to ask for forgiveness to God. A man after God's own heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ. A man after God's own heart will have that ഞാൻ heart of ചോദിക്കുന്നു, repentance. പാപബോധം കൊണ്ട് തെറ്റാണെന്നറിയാം, ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ ഇന്ന് പകൽ ആർക്കെങ്കിലും തയ്യാറുണ്ടോ? Is there anyone you know who would need to ask for repentance in the presence of the Lord when you have the conscience about sins in your life? കർത്താവേ, ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പറയാൻ പറ്റുമോ? Lord, cleanse me with the hyssop. നിന്റെ സന്നിധി എന്നെ വലിച്ചെറിഞ്ഞ് കളയല്ലേ എന്ന് പറയാൻ പറ്റുമോ? Lord, don't cast me away from your presence. നിന്റെ Can we pray? ആത്മാവിനെ എന്നെ പുതുക്കണമേ എന്ന് പറയാൻ പറ്റുമോ? Lord, renew your spirit in me. Can we pray? I lost my joy of salvation. എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. കർത്താവേ, എനിക്കൊന്ന് മടക്കി തരണമെന്ന് പറയാൻ കരയാൻ ഇന്ന് പകൽ തയ്യാറുള്ള ദൈവമക്കളുണ്ടോന്ന്? Is there anyone you know who would ask for the joy of salvation to be returned in your hearts? അഞ്ചാമത്തെ ചിന്ത, The fifth point is, ഈ മനുഷ്യന്റെ ഹൃദയം വിശ്വാസമുള്ള ഒരു ഹൃദയമായിരുന്നു. this man had a heart of faith. അത് 17-ാം അധ്യായം നമുക്ക് കാണാം. That we can see in chapter 17. 1 ശമൂവേൽ 17:32 In 1 Samuel chapter 17 verse 32. താൻ ഏലാ താഴ്വരയിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന ശൗലിന്റെ ഗോലിയാത്തിന്റെ അടുക്കലേക്ക് പോവുകയാ. And he is going to Goliath, who is in the valley of Elah. ശൗല് പറഞ്ഞു, മക്കളെ നിനക്ക് അതിന് പറ്റില്ല മക്കളെ എന്ന് പറഞ്ഞു. And Saul, the king at that time, said, David, you are not qualified to do this job. ഭയങ്കര പൊക്കവും ആഴവും നീളവും ഒക്കെ അങ്ങോട്ട് ശൗൽ വർണ്ണിച്ചിട്ട് ശത്രുവിന്റെ നീളം വർണ്ണിച്ചിട്ട് ദാവീദിനോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. No, Saul was trying to convince David that he is not qualified to fight with this giant. പരിചയമുള്ള ശൗലിന്റെ മുഖത്ത് നോക്കി ദാവീദ് പറയുകയാണ്. But looking at Saul's face, David said, ഇങ്ങോട്ട് നോക്കച്ചാ. No, King Saul, look at me. അവന്റെ പൊക്കം നീ പറഞ്ഞല്ലോ. You talked about his height. അവന്റെ വണ്ണം നീ പറഞ്ഞല്ലോ. You talked about his width. ഇവൻ നിമിത്തം നീ എന്ത് ചെയ്യണ്ട? But don't be afraid of him. പേടിക്കണ്ട. Don't be afraid because of that giant. ആടിയൻ ചെന്ന് ഈ ഫെലിസ്തീനെ പോരിതി ജയിക്കും. I will go and fight and win. This is a heart of faith. കണ്ടോ? He had faith in his heart. ഉടനെ മാറ്റി നിർത്തി വെച്ച്, മോനെ കൊച്ചു മോനല്ലേ, കൊച്ചു കുഞ്ഞല്ലേ, എടാ കുഞ്ഞെ നീ എന്താ ഇങ്ങനെ പറയാൻ കാരണം? So like, why are you saying this, David? He explained two testimonies. He talked two testimonies from his life. എക്സ്പീരിയൻസ് ആണ് 34, 35, 36 അധ്യായങ്ങൾ. Verses 34, 35 and 6 is his The faith experience. experience. കണ്ടോ? Faith experience from his life. എന്താ പറയുന്നത്? അച്ഛാ, ഞാൻ പണ്ട് കാട്ടിലായിരുന്നു. I was in the wilderness before. സാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ ദൈവം എനിക്ക് സാധ്യത ഉണ്ടാക്കി തന്ന അനുഭവങ്ങൾ എനിക്കുണ്ട്. I have experienced in my life how God had led me. ഇന്ന് പകൽ ആത്മാവ് ഞാൻ പറയുകയാണ്, വിശ്വാസമുള്ള ഹൃദയം ദൈവഭക്തന്മാർക്കുണ്ടാകണം. Hallelujah. We should have a heart of faith in our life. എന്താ കല്ലുകൾ ഡോക്ടർ എന്ത് ചെയ്യും? കല്ലുകൾ എന്ത് ചെയ്യും? So the stones that Dr. Roni explained. കുഞ്ഞുങ്ങൾ പറയണം. Our children should, we should tell കുഞ്ഞുങ്ങൾ കല്ല് കണ്ടിട്ട് പറയണം. our children should see the stones and say. ദൈവത്തിന്റെ കരത്തിന്റെ ബലം എന്താന്ന് പറയണം. They should talk about the mighty hand of ശത്രുവിനെ God. പേടിച്ചു നിൽക്കുന്ന ബിലീവേഴ്സിനല്ല ദൈവത്തിന് ആവശ്യമുള്ളത്. God is not looking for, നിന്റെ പ്രശ്നം കണ്ടിട്ട് പ്രശ്നത്തിന് വലിപ്പം കാണുന്ന ബിലീവേഴ്സിനല്ല ദൈവത്തിന് ആവശ്യമുള്ളത്. not looking for, like people who would be afraid of പ്രശ്നങ്ങളുടെ them. നടുവിൽ ചീറ്റപ്പുലി പോലെ ചെല്ലുന്ന ഭക്തന്മാരെ ദൈവത്തിന് ആവശ്യമുള്ളത്. But when problems come, God wants us to have faith. കരമടിച്ച് ദൈവത്തെ ഇന്ന് പകൽ ആരാധിക്കാൻ തയ്യാറാകട്ടെ. നിന്റെ വിശ്വാസം ഇന്ന് പകൽ വർദ്ധിക്കട്ടെ. Hallelujah. Let our faith be increased today in the presence of, the problems or the enemy. 17:40 കാണിച്ച് മക്കളെ നിർത്താം. 17:40 കാണിച്ചേ. 17 verse 40. സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് കാണാം. സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്. He can see the step of faith there. അവൻ അവന്റെ വടിയെടുത്തു, തോട്ടിൽ നിന്ന് മനസ്സുള്ള 5 കല്ലും എടുത്തു. He took 5 stones from the river. ഫെലിസ്ത്യനോട് അടുത്തു. പറഞ്ഞേ He ഫെലിസ്ത്യനോട് went അടുത്തു. close to the Philistine. പറഞ്ഞേ ഫെലിസ്ത്യൻ അടുക്കലേക്ക് ചെന്നു എന്ന്. He drew near to the Philistine. സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് ആണ്. He took a step of faith. വലിയൊരു മനുഷ്യൻ അവന്റെ ആയുധമുള്ളപ്പോൾ അവന്റെ കൈ മുമ്പിൽ 5 കല്ലും കൊണ്ട് നടന്ന് എല്ലാം കഴിയുന്നത് ആ വിശ്വാസ സ്റ്റെപ്പ് അല്ലേ അത്? A fully loaded giant is standing in front of him, but he took these stones and took a step of faith. ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങൾക്കറിയാം
ഈ മനുഷ്യൻ വിശ്വാസത്താൽ ജയിച്ചു. എല്ലാ താഴ്വരും വിശ്വാസത്താൽ ജനിച്ചു. വിശ്വാസത്താൽ ജയിച്ചു. ചേർന്ന് പറഞ്ഞ വിശ്വാസത്താൽ ജയിച്ചു. By faith he won എത്ര the പ്രശ്നങ്ങൾ giant. നിനക്കുണ്ടെങ്കിലും ഇന്ന് പകല് പറയണം, ഞാൻ വിശ്വാസത്താൽ ജയിക്കും. ഞാൻ വിശ്വാസത്താൽ ജയിച്ചു കയറും. ഞാൻ വിശ്വാസത്താൽ ജയിക്കും. ചേർന്ന് പറഞ്ഞ വിശ്വാസത്താൽ ജയിക്കും. എത്ര വലിയ പ്രശ്നം നിന്റെ മുമ്പിലുണ്ടെങ്കിലും ഞാൻ വിശ്വാസത്താൽ ജയിക്കും. Even though you have big problems in your life, by faith you can conquer them. ഈ മനുഷ്യന്റെ ഹൃദയം അടുത്തത് ആരാധിക്കുന്ന ഹൃദയം. Number 6, he has a heart of worship. എല്ലാവർക്കും അറിയത്തില്ല ഈ മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത. കൊട്ടാരത്തിന്റെ കിളിവാതിൽ നിന്ന് മീഖൾ നോക്കുമ്പോൾ, And he had when Michal was looking through the window of the palace, മീഖൾ നോക്കുമ്പോൾ ആ മീഖളിന്റെ മുമ്പിൽ ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്തെന്നറിയാമോ? and you know what he was doing when Michal was looking at him. പൊസിഷൻ ഒത്ത രീതിയല്ല കാണിക്കുന്നത്. No, he was not acting according to his position. മക്കളെ, പെട്ടകത്തിന് മുമ്പിൽ എന്തുവാണ് പൊസിഷൻ? So, but when the ark of God is in front of you, what position are you boasting about? Amen. നിങ്ങൾക്ക് മനസ്സിലാവുന്ന പറയുന്നത്? Amen. ദൈവസാന്നിധ്യത്തിൽ എന്തുവാണ് പൊസിഷൻ? When it is in the presence of the Lord, you should forget about your position. ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ എന്തുവാ? എഡ്യൂക്കേഷൻ. What education is nothing when it is in the ദൈവസാന്നിധ്യത്തിന് presence of മുമ്പിൽ the എന്തുവാ Lord. നിനക്ക് പറയാനുള്ളത്? What is there for us to boast when it becomes When the you presence feel of the the Lord? presence of God, ദൈവസാന്നിധ്യം എപ്പോൾ ഫീൽ ചെയ്യുന്നു അപ്പോൾ ആരാധിക്കാൻ തയ്യാറാകണം. Now, whenever you feel the presence of the Lord, you must be കർത്താവിനെ ready to സ്തുതിക്കാൻ നീ worship. തയ്യാറാകട്ടെ. ദൈവസാന്നിധ്യം നീ അനുഭവിക്കുമ്പോൾ നിന്റെ ചുറ്റകളും മട്ടങ്ങളൊക്കെ ഒന്ന് മാറ്റി, നിന്റെ സാധാരണ രീതികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ ജനം തയ്യാറാകണം. അവനാണ് ദൈവഹൃദയമുള്ളവൻ. Hallelujah. Whenever we come to the presence of the Lord, whenever we feel the presence of the Lord, we should forget about who we are, and we should surrender and worship in the presence of the Lord. ഒരെണ്ണം പറഞ്ഞ് അവസാനിപ്പിക്കാം. The last one. 8-9 എഴുതിച്ചിട്ടുണ്ട്. ഒരെണ്ണം അവസാനിപ്പിക്കാം. ഇതിനകത്ത് എക്സ്ട്രാ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഒരെണ്ണം അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചു കേട്ടെ. ഈ മനുഷ്യൻ 103 സങ്കീർത്തനം എഴുതി. This man wrote Psalms 103. 13ാമത്തെ വാക്യം. Verse 13. ഈ മനുഷ്യൻ പറയാണ്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. So as a father shows compassion to his children, so the Lord shows compassion to those who fear him. താങ്കൾ അങ്ങനെ പാടണമെങ്കിൽ താങ്കൾക്ക് അപ്പൻ കരുണ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് താൻ പറയണം, തന്റെ ജീവിതത്തിൽ പറയണം. So if David has to sing like that, he should have shown mercy as a father. A heart of passionate love എന്നാണ് കൊടുക്കുന്നത്. A heart of passionate love. His heart is mentioned as a heart of passionate love. 2 ശമൂവേൽ 18-ാം അധ്യായം അതാണ്. It is in the story is in the book of 2 Samuel chapter 18. നിങ്ങൾക്കറിയാം, എന്നെ കേൾക്കണേ മക്കളെ, ശ്രദ്ധിച്ചിരിക്കണേ. അവസാന കാര്യം, വളരെ ഇമ്പോർട്ടന്റ് കാര്യം പറയുക, ശ്രദ്ധിക്കണേ. A heart of passionate love. 2 ശമൂവേലിന്റെ പുസ്തകം എത്രാം അധ്യായം ഞാൻ പറഞ്ഞേ? 18-ാം അധ്യായമാണ് ആ കഥ. So it is in 2 Samuel chapter 18, you see the story behind തന്റെ it. മകൻ അബ്ശാലോമിന്റെ മരണമാണ് അതിനകത്ത്. It is the death of his son Absalom. മക്കളെ, ബൂത്തിരിക്കുന്ന മോൻ റൂഫസ് മോൻ അബ്ശാലോം എന്താ മക്കളെ ചെയ്തേ? റൂഫസ് ശ്രദ്ധിച്ചു. So what did Absalom do? അബ്ശാലോം ദാവീദുമായിട്ട് എന്താ ബന്ധം? So what is the relation between David and Absalom? സ്വന്തം മകൻ, his own son. എന്തോ ചെയ്തേ പുള്ളി? What did this son do? വല്ലവരും ദോഷം ചെയ്യുമ്പം നമ്മൾ എന്തായാലും അവൻ അങ്ങനെ ചെയ്തല്ലോ, അവനോട് പ്രാർത്ഥിക്കാം. സ്വന്തം മോൻ ദോഷം ചെയ്താൽ നമുക്ക് സഹിക്കൂ? പറ. So if it is someone else's son, we can pity and say that, oh, he did that such bad thing. But when it is your own son who is doing this to you, would you be able to bear it? സ്വന്തം മോൻ മുഖാന്തരം കൊട്ടാരം വിടേണ്ടി വന്നത് എനിക്ക്. So because of his own son, David had to flee the palace. തനിക്ക് അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. No, he had to go through different experiences. തോട് കിടന്ന് അക്കരെ തന്നെ നടന്നിങ്ങനെ ചെരുപ്പില്ലാതെ പോവുകയാണ്. So he had to cross river Kedron, and even without any sandals he is walking. മോന്റെ പ്രശ്നം കണ്ടാ ഇറങ്ങി പോകുന്നേ. It is because of his own son he had to go away from there. തോട് കഴിഞ്ഞ് മലയിലൊക്കെ അങ്ങോട്ട് കയറി പോകുമ്പോൾ ശിമയി ആ സമയത്ത് വിളിക്കുന്ന ശാപവാക്കുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. And you know how people were cursing him as he was running away from the palace. ഈ അബ്ശാലോമിന്റെ അവസാനം എന്താ ഈ അധ്യായത്തിലുണ്ട്, ഞാൻ പറഞ്ഞ അധ്യായത്തിലുണ്ട്. So the end of Absalom is in the same chapter 18. അബ്ശാലോം അവസാനം എന്താ? പുള്ളിക്ക് ഭയങ്കര മുടി, നീണ്ട മുടിയായിരുന്നു മക്കളെ, നീണ്ട മുടി. Absalom had very long hair, and you know what happened. മക്കളെ, ആദ്യമൊക്കെ നല്ല അനുഭവങ്ങളാണ്. കൂടെ നിൽക്കാൻ, ഉമ്മ വെക്കാൻ. അബ്ശാലോം സ്വഭാവം അറിയാം, എല്ലാവരും ഉമ്മ വെക്കുമായിരുന്നു. വാതൊക്കെ നിന്നിട്ട് ഉമ്മ വെച്ച്
ഭയങ്കര ഓഡിയൻസ് ആണ് പുള്ളിക്ക്, ഫാൻസ് ആണ് പുള്ളിക്ക്. ഓഡിയൻസ് ഉണ്ട്, ഫാൻസ് ഉണ്ട്. അച്ഛാ അബ്ശാലോമേ നീ ചെയ്യുന്നത് നല്ലതാന്ന് പറയാൻ ആൾക്കാരുണ്ട്. പക്ഷേ മുന്നോട്ട് കാര്യങ്ങൾ പോയപ്പോൾ ദാവീദിന്റെ ദൈവത്തിന്റെ വലിപ്പം എന്താണെന്ന് അവന് മനസ്സിലായി. So Absalom had a lot of fans and people encouraged him initially, but as days were passing, he realized the God of David. നിങ്ങൾ വായിച്ചു, ഞാൻ വായിച്ചു, അബ്ശാലോമിനെ കുറിച്ച് ഒറ്റ വാക്ക് ഈ അപ്പം മിണ്ടിട്ടില്ല എങ്ങും. So like David had never said anything about Absalom. എങ്ങും മിണ്ടിട്ടില്ല. അവൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ അവൻ മനങ്ങാതങ്ങ് പോവാ. David did not complain to anyone about his own son. അബ്ശാലോമിന്റെ മരണം കഴിഞ്ഞ ഉടനെ ഒരു കൂഷ്യൻ മനുഷ്യൻ ഓടി വന്നൊരു കാര്യം പറയുകയാണ് അപ്പനോട്. But after Absalom died, someone ran and told David about Absalom's death. ആ അധ്യായത്തിന്റെ അവസാന വാക്യം കാണിച്ചു മോനെ. 2 Samuel chapter 18 verse 33, if you would show me. അബ്ശാലോം മരിച്ച വാർത്ത ഈ അപ്പന്റെ ചെവിയിൽ കേട്ടു. As soon as like David heard the news of his son ഉടനെ death, ദാവീദ് നടുങ്ങി. David was നടുങ്ങിപ്പോയി. shattered. പടിപ്പുര മാളികയിൽ അവൻ കയറി. പടിപ്പുര മാളികയിൽ അവൻ കയറി. He went to the chamber over the gate. എൻ്റെ മകനെ, എൻ്റെ മകനെ, എൻ്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം. ഇതാണ് പാഷനേറ്റ് ഹാർട്ട്. ഇന്നലെ കഴിഞ്ഞ നിമിഷം വരെ ദോഷം ചെയ്തവന്റെ മരണവാർത്ത കേട്ടപ്പോൾ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് പറയുക, നിനക്ക് പകരം ഞാൻ മരിക്കരുതടാ മോനെ. So like when he heard his son Absalom died, he said, I would have died instead of you, my son Absalom. പല പ്രാവശ്യം ഈ മനുഷ്യൻ ഉപദേശിക്കുന്നുണ്ട് ഈ അബ്ശാലോമിനെ. So many times David tried to പല പ്രാവശ്യം advise ചെന്ന് him. കണ്ടു പറയുന്നുണ്ട്. Many times they had the നിന്റെ ഈ conversation. പോക്ക് ശരിയല്ലെന്ന് പറയുന്നുണ്ട്. He was advised that this is not the right way നീ you're പലവട്ടം going. എന്റെ കൊട്ടാരത്തിന്റെ വാതിൽ കൂടെ പോയി നീ എന്നെ കയറി കണ്ടിട്ടില്ല. And you went through this way many times, you did not come നീ to അപ്പോൾ see me. ശത്രുവിന്റെ പാളയത്തിലായിരുന്നു. No, you were with the enemy at that time. നിന്റെ പോക്ക് ശരിയല്ല. Your way was not right, നിന്റെ പോക്ക് Absalom. ശരിയല്ല. Your way was not right, he said. പക്ഷേ ഇത് കേൾക്കാൻ ആ മോൻ നിന്നില്ല. But this son, he didn't have a heart to listen to him. പക്ഷേ മോൻ അബ്ശാലോം മരിച്ചു കഴിഞ്ഞപ്പോൾ അബ്ശാലോം മരണം ഒരു ആഘോഷമാക്കി മനുഷ്യൻ മാറ്റിയില്ല കേട്ടോ. പ്രാർത്ഥനാ മുറി കയറിയുന്ന ദ ചേംബർ ഓഫ് അപ്പർ റൂം എന്ന കൊടുത്ത പരിഭാഗങ്ങളിൽ പ്രാളിയം അപ്പർ റൂം എന്ന് കേട്ട മാളിക മുറി എന്ന് കേൾക്കണം. മാളിക മുറി എന്ന് കേട്ട പ്രാർത്ഥനാ മുറി എന്ന അതിൻ്റെ അർത്ഥം വാർ റൂം എന്ന ചില ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നത്. അവനെ വാർത്ത കേട്ട ഉടനെ പ്രാർത്ഥനാ മുറി കയറി എന്നിട്ട് പറഞ്ഞു, as soon as he heard the news of Absalom's death, he went to the prayer room. He said, my son Absalom, I would have died for you. എനിക്ക് നിങ്ങളെ കൊണ്ടുവരേണ്ടത് കാൽവരി ക്രൂശിലേക്കാണ്. Now I want to bring your attention to a father's love. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മളെ അബ്ശാലോമിന്റെ ഭാഗത്ത് നമ്മളെ കാണാം. Now in Romans chapter 5 we see Absalom in our place. ദൈവം വിളിക്കുന്നത്, പൗലോസ് വിളിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തിന് ശത്രുക്കളായിരുന്നു. Now we were still in enmity with God, Paul says. നിങ്ങൾ അഭക്തരായിരുന്നു. You were ungodly people. ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് മാത്രമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. You were doing only what God did not like. എങ്കിലും നിനക്ക് വേണ്ടി മരിക്കാൻ അവൻ തയ്യാറായ സ്നേഹമാണ് പാഷനേറ്റ് ലവ്, ഒരു അപ്പന്റെ ഹൃദയം. But a passionate love that God had. ഇന്ന് രാവിലെ ദൈവത്തോട് നിങ്ങളുടെ മനസ്സോട് ചോദിച്ചേ, Now let us ask our hearts today. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഹൃദയമാണോ നിങ്ങളുടേത്? Do we have a heart after God's own heart? അങ്ങനെ ഉള്ളവരെയാണ് ദൈവം തേടി വരുന്നത്. No, those are the people that God would choose. ഇന്ന് പകൽ നിങ്ങളെ കർത്താവ് അങ്ങനെ സ്പർശിക്കാൻ ആഗ്രഹിക്കുക. No, God wants to touch you like that. ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഹൃദയങ്ങളുള്ളവരായി തീരട്ടെ. No, let us do the will of God. എനിക്ക് ഈ സന്ദേശങ്ങളുടെ എല്ലാ ഭാഗങ്ങളും പറഞ്ഞ് 20 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റില്ല, എനിക്ക് നന്നായി അറിയാം. I know that I could not cover everything. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. But let me tell you one thing. God searching ഒരു മനുഷ്യനെ, ദൈവത്തിന് ബോധിച്ച ഒരു മനുഷ്യനെ ദൈവം അന്വേഷിക്കുന്നു. God is searching for a man. ചില സ്ഥാനങ്ങളിൽ നിന്ന് അനുസരണക്കേടുള്ളവരെ മാറ്റുമ്പോൾ അനുസരണമുള്ള ചില ഹൃദയമുള്ളവരെ ദൈവം അന്വേഷിക്കുന്നു. God wants to replace people of മക്കളെ, obedience. നീ അബ്ശാലോമെ പോലെ എത്ര തെറ്റ് ചെയ്തിട്ടും നിന്നെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം അപ്പനുണ്ടടാ. No, God, the father has a heart, like a David loved Absalom. അപ്പന്മാരെല്ലാം പറഞ്ഞു, എൻ്റെ കൂടെ ചേർന്ന് അപ്പന്മാർ പറഞ്ഞേ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വെറുക്കാൻ പറ്റുമോ? വെറുക്കാൻ പറ്റുമോ? ഇവിടെ ചില കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് പറയും, ഞങ്ങളുടെ ബയോളജിക്കൽ അപ്പന്മാർ ഞങ്ങളെ മറന്നാലും നിങ്ങളൊക്കെ എത്ര അമ്മമാർ കാണിക്കുന്ന പോലെ ഞങ്ങൾ നിങ്ങളെ കെട്ടിപ്പിടിച്ചില്ലെങ്കിലും, അമ്മമാർ കാണിക്കുന്ന പോലെ ഹണി മണി എന്ന് വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ ഹൃദയത്തിൽ നിങ്ങളെ വഹിക്കുന്നുണ്ട്. The fathers keep their children in their heart even though they don't show or express it much. നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞാലും, Even if you say whatever ഞാൻ about your സഭയുടെ dad. ആത്മീയ പിതാവെന്ന് നിങ്ങൾ പറയാം, നിങ്ങൾ എത്ര എനിക്കെതിരെ പറഞ്ഞാലും സംസാരിച്ചാലും
വനായുവാസി എപ്പം മുട്ടുമടക്കിയിരിക്കുമ്പോഴും എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ബുക്കുകളിൽ പോയവരും വന്നവരും എല്ലാവരും ഉണ്ട്. When I was in the presence of Lord, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരയാറുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഒരു കാര്യം പറയാം, ഒരപ്പൻ്റെ ഹൃദയം എല്ലാ പിതാക്കന്മാർക്കും ഉണ്ടാകണം. ഒരമ്മയുടെ ആർദ്രതയുള്ള ഹൃദയവും നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെയുള്ള ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്, അങ്ങനെയുള്ള ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ, നമ്മൾ അഭക്തരായിരുന്നപ്പോൾ, ആരുടെ കണ്ടയോ വന്നിരുന്നപ്പോൾ ദൈവസ്നേഹം നമ്മളെ തേടി വന്നത് ഓർക്കുമ്പോൾ ആ സ്നേഹത്തിന് മുമ്പിൽ പറയണം, മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി തീരാൻ, ദൈവത്തിന് ഗീതം ചെയ്യാനായിട്ട് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ തയ്യാറുള്ള ദൈവമക്കളുടെ വിശ്വവേദത്തിൽ കാട്ട്, എല്ലാ ദൈവം കാട്ട്. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാട്ട് എല്ലാം ഞാൻ ഏകിടുന്ന മാനസം ദേഹി ദേഹം നിൻഗീതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ഇന്ന് പകൽ കഴിയട്ടെ. എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ഗീതം ചെയ്യാനായി സമർപ്പിക്കുന്നേ. എല്ലാം ഞാനേകിടുന്നൻ മാനസം ദേഹി ദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. പറഞ്ഞ എല്ലാം ഞാനേകിടുന്നൻ മാനസം ദേഹി ദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നേ. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമായി തൃക്കൈയിൽ തന്നിടുന്നു. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമായി തൃക്കൈയിൽ തന്നിടുന്നു. പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ. ഓടട്ടെ നാടെങ്ങും ഞാൻ നിൻ നാമം ഘോഷിക്കുവാൻ. പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ. ഓടട്ടെ നാടെങ്ങും ഞാൻ നിൻ നാമം ഘോഷിക്കുവാൻ. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമായി കയ്യിൽ തന്നിടുന്നു. ഞാൻ നിങ്ങളോട് ശാന്തമായി ചോദിക്കുന്നു, ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ ഞാൻ ദൈവഗീത പ്രകാരമുള്ള ഒരു ഹൃദയമുള്ളവരാണോ? If God looks into our heart, will we be found as a man after God's own heart? ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇന്ന് പകൽ നോക്കുന്നു. God is looking into our hearts today. നീ ദൈവത്തിന് ബോധിച്ചൊരു പുരുഷനാണോ? No, are we a man? Are we a person after God's own heart? നിനക്ക് ഒബീഡിയന്റ് ആയിട്ടുള്ള ഹൃദയമുണ്ടോ? Do we have an obedient heart? ദൈവത്തിന്റെ മിഷൻ ചെയ്യാൻ, വില്ലുകൾ ചെയ്യാൻ, ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ നിങ്ങൾ തയ്യാറുള്ള ഹൃദയമാണോ? Do we have a mission heart? മറ്റുള്ള പൊറുക്കുവാൻ ദാവീദിനെ പോലെ പൊറുക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടോ? Do we have a heart of forgiveness? പാപത്തിന്റെ മുമ്പിൽ കോംപ്രമൈസ് ചെയ്യാതെ റിപ്പൻഡൻസിലേക്ക് വരാൻ, പാപബോധത്തോടെ മടങ്ങി വരാൻ ഒരു ഹൃദയം, മടങ്ങി വരുന്നൊരു ഹൃദയമുണ്ടോ? Do we have a repenting heart?
വിഷയങ്ങളുടെ മുമ്പിൽ നടുങ്ങി നിൽക്കാതെ വിശ്വാസമുള്ളൊരു ഹൃദയം നിങ്ങളുടെ Do മുമ്പിലുണ്ട്. we have a heart of faith? ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ട്. Do we have a heart of worship? A heart of passionate love. ആ ഒരപ്പന്റെ സ്നേഹമുള്ള ഹൃദയം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? Do we have a heart of passionate love? ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ സമർപ്പിക്കാനുള്ള സമയമാണ്. If we don't, it is the time to submit ourselves. എന്നിട്ട് വേണം കർത്താവിനെ ആരാധിക്കാൻ നമുക്ക്. Now that is when we should worship the Lord. കർത്താവേ, എനിക്ക് അങ്ങനെ ഒരു ഹൃദയം തരണേ കർത്താവേ. Lord, give me a heart like that. എത്ര പേര് എൻ്റെ കൂടെ ചേർന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണം. നീ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ Amen. നിനക്ക് ബോധിച്ചൊരു മനുഷ്യനാക്കി എന്നെ തീർക്കുന്നതിനായി താങ്ക് യു ലോർഡ്. അതിനായി നിങ്ങളുടെ കൈകളെ കാലുകളെ കർത്താവിനെ മുമ്പ് സമർപ്പിച്ചിട്ട് പാടാനായിട്ട് പറയുമ്പോൾ, കർത്താവെ നിന്റെ ഹിതം ചെയ്തിടുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു പറയാൻ പറ്റുമോ? കർത്താവെ, എൻ്റെ ദേഹം, എൻ്റെ ദേഹി, എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ അങ്ങയുടെ ഹിതത്തിനായി അങ്ങക്ക് ഇഷ്ടമുള്ള ഹൃദയമുള്ള ഒരു മനുഷ്യനാക്കി സമർപ്പിക്കുന്ന കർത്താവെ എന്ന് പറയാനായിട്ട് കഴിയുമോ? അങ്ങനെ പറയാൻ കഴിയുന്നവർ, സമർപ്പിക്കാൻ കഴിയുന്നവർ കർത്താവിന് മുമ്പിലേക്ക് ഒരു പ്രാർത്ഥനാ സ്വരത്തോടെ പറഞ്ഞ്, കർത്താവേ, എല്ലാം ഞാനേകിടുന്നൻ മാനസം ദേഹി ദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നേ. എല്ലാം ഞാനേകിടുന്നേ മാനസം ദേഹി ദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നേ. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമാ കയ്യിൽ തന്നിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം സ്തോത്രമെന്റെ രക്ഷകന്. ഹല്ലേലൂയ, കീർത്തനം പാടും ഞാൻ കർത്താവിന്. ഹല്ലേലൂയ, മഹത്വം, ഹല്ലേലൂയ, മഹത്വം സ്തോത്രമെന്റെ രക്ഷകന്. ഹല്ലേലൂയ, കീർത്തനം പാടും ഞാൻ കർത്താവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം സ്തോത്രമെന്റെ രക്ഷകന്. ഹല്ലേലൂയ, കീർത്തനം പാടും ഞാൻ കർത്താവിന്. ഹല്ലേലൂയ, മഹത്വം സ്തോത്രമെന്റെ രക്ഷകന്. ഹല്ലേലൂയ, കീർത്തനം പാടും ഞാൻ കർത്താവിന്. എല്ലാ കരമടി ശക്തിയോടെ എല്ലാ കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താത്ത എല്ലാ പ്രിയപ്പെട്ട കർത്താവിന് മഹത്വം കൊടുത്ത് എല്ലാ പ്രിയപ്പെട്ട കരങ്ങളടി ശക്തിയോടെ യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെ പരിശോധിക്കുമ്പോൾ അങ്ങയുടെ ഹൃദയമുള്ളവരാക്കി ഞങ്ങളെ തീർക്കണമേ.
ഒരു നല്ല അപ്പൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ ഹൃദയം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് പകരണമേ കർത്താവെ. ആ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ പകരണം കർത്താവെ. നീ ഞങ്ങളെ വീക്ഷിക്കുമ്പോൾ നിനക്ക് ബോധിച്ച ഒരു പുരുഷനാക്കി, ഒരു വ്യക്തിയാക്കി, ഒരു മാതാവാക്കി ഞങ്ങളെ തീർക്കണമേ. അതിനാ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. ഇന്ന് പകൽ മെസ്സേജ് കേട്ട പ്രിയപ്പെട്ടവരെ, ദൈവത്തിനായി ചേഞ്ചുകൾ വരുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദാവീദിനെ പോലെ കർത്താവെ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇന്ന് പകൽ അങ്ങനെ അനുഗ്രഹിച്ചതിനാ നന്ദി പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദിസ് ഈസ് ടൈം ഫോർ ടെസ്റ്റിമണി.